അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് വരാം. ഇപ്പോൾ വളരെ നല്ല ഡാൻസായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്ന അത് ഒരു ചിന്തയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുറച്ച് ഡാൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്താലേ നമ്മുടെ ആരോഗ്യമൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിരിക്കും എന്നുള്ളൊരു ഉപദേശം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. നമുക്കിങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രശ്നം ഈ ഡാൻസും പാട്ടൊന്നും അല്ല. അതായത് 9 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിയുടെ കൈ ചികിത്സാ പിഴവിന് മൂലം മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു. ആ പെൺകുട്ടിക്ക് കൈക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അന്നൊരു സഹായം ചെയ്ത് വേറെ 2 ലക്ഷം രൂപ മാത്രമായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ കൊണ്ട് ആ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് ഒന്നും ആയില്ല എന്ന് മാത്രമല്ല, ആരും ആ പെൺകുട്ടീനെ സഹായിച്ചില്ല എന്ന് വേണം പറയാൻ. പിന്നീട് അതിനുശേഷം പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പുറത്ത് വരികയും അതിനെക്കുറിച്ച് നിരന്തരമായിട്ടേക്ക് പരാതിയൊക്കെ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് VD സതീശൻ സാറ് ആ കുട്ടിയുടെ കൈ എത്ര രൂപയാണോ ചിലവ് അത് വഹിച്ചോളാമെന്നൊരു വാഗ്ദാനം അവർക്ക് കൊടുത്തു. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കാര്യം കുറച്ച് സേഫായാണ് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു മനുഷ്യൻ, ഒരു ഹൃദ്രോഗിയായിട്ടുള്ള മനുഷ്യൻ വേണ്ടത്ര ചികിത്സയോ ഒരു കട്ടിലോ ഇല്ലാതെ തറയിൽ നരകിച്ചൊരു വാർത്തയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. വളരെ വേദനയുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഡയാലിസിസിന് കൊണ്ടുപോയ 2 പേര് ഡയാലിസിസ് കഴിഞ്ഞ് ദേഹാസ്വാസ്ഥ്യം മൂലം 2 പേര് മരിക്കുകയും ചെയ്തത് 2 ദിവസം മുമ്പുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ വളരെ നല്ലതായതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഈ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ആരോഗ്യമന്ത്രി വന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് പോവുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് മൈക്കെടുത്ത് അപ്പോൾ സംസാരിച്ചാൽ അതൊന്ന് ഒത്തുതീർപ്പാകുകയോ ചെയ്യുന്നതല്ല നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഉള്ള ആരോഗ്യ സംവിധാനങ്ങൾ. അവർ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിൽ നമുക്ക് ഉറപ്പ് തരികയും നമ്മുടെ ഓരോ ജനങ്ങളുടെ കൂടെയും ഒപ്പം നിൽക്കണം. കാരണം ഇപ്പോൾ എല്ലാ ആൾക്കാരും കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചികിത്സാ കാർഡൊക്കെ എടുത്ത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ധാർഷ്ട്യ മനോഭാവമാണ് അവർ നമ്മളോട് കാണിക്കുന്നത്. അവിടെ ക്ലീനിങ് നിൽക്കുന്നവർ മുതൽ അറ്റൻഡർ വരെ അവിടെ ചെല്ലുന്ന ആൾക്കാരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് മരുന്ന് എഴുതി മേടിക്കുമ്പോൾ ആ മരുന്നുകൾ പലതും പാവപ്പെട്ട ആൾക്കാർക്ക് അവിടെ നിന്ന് കിട്ടാറില്ല എന്നതും വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം പുറമെ അവിടെ ഒരു സർജറി ചെയ്യണമെങ്കിൽ പോലും ഗവൺമെൻറ് ആശുപത്രിയിലുള്ള കാര്യമാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ നമ്മൾ അവരെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് നമ്മൾ കിമ്പളം കൊടുക്കേണ്ട ഒരു ഗതികേടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും കുറച്ചധികം പൈസ ചിലവാക്കിയാലും അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പ്രധാന കാരണം. അപ്പോൾ ആരോഗ്യമന്ത്രി ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ ഇങ്ങനെയുള്ള അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.